ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. കണ്ണൂർ കിച്ചണിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള വെജിറ്റബിൾ മട്ടൻ കുറുമയുടെ റെസിപ്പി ആയിട്ടാണ്. പൊറോട്ട, ചപ്പാത്തി, അപ്പം, ബട്ടൂറ ഇവയുടെയൊക്കെ കൂടെ ബെസ്റ്റ് കോമ്പിനേഷനാണ് ഈ മട്ടൻ കുറുമ. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ടൊന്ന് കണ്ടേക്കണം. ശേഷം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുമ്പോൾ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്കും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കിതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് 1/2 കിലോ മട്ടനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് പ്രഷർ കുക്കറിലിട്ടിട്ട് ആദ്യം ഒന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇതൊരു പ്രഷർ കുക്കറിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് തേങ്ങയുടെ 2-ാം പാലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. 1.5 കപ്പ് 2-ാം പാൽ ഒഴിച്ചിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും 1 ടീസ്പൂൺ പെപ്പർ പൗഡർ കൂടി ചേർത്തിട്ട് ഒരു 3 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. ഒരു ഹാഫ് വേവായി കിട്ടിയാൽ മതി. അതിനുശേഷം വെജിറ്റബിൾസൊക്കെ ചേർത്തിട്ട് നമുക്കൊന്നുകൂടി കുക്ക് ചെയ്തെടുക്കാനുള്ളതാണ്. അപ്പോൾ നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് അടുപ്പിലോട്ട് മാറ്റാം. ഇപ്പോൾ 3 വിസിലിന് ശേഷം ഞാൻ കുക്കറിൻ്റെ എയറൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. കണ്ടല്ലോ, മട്ടൺ പകുതി വേവായിട്ട് മാത്രമേ ഉള്ളൂ. ഇനി നമുക്കിതൊരു വേറെ പാത്രത്തിലോട്ട് മാറ്റിയിട്ട് സെയിം കുക്കറിൽ തന്നെയാണ് ഞാൻ മസാല തയ്യാറാക്കിയെടുക്കുന്നത്. ഈ കുക്കർ ഒന്ന് കഴുകിയിട്ട് വീണ്ടും ഞാൻ അടുപ്പിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇതിലോട്ടൊരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തതിന് ശേഷം 3 ചെറിയ കഷ്ണം പട്ടയും 3-4 ഗ്രാമ്പു 3 ഏലക്ക കൂടി ഇതിലോട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊട്ടി വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം ഒരു വലിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കണം. ഈ സ്പൈസസ് നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ അവസാനം നമുക്ക് കുറച്ച് ഗരം മസാല പൗഡർ ചേർത്ത് കൊടുത്താലും മതിയാവും. സവാള ചേർക്കുന്നതിനോടൊപ്പം തന്നെ നമുക്കൊരു 10 ചെറിയ ഉള്ളി കൂടി ഇട്ട് കൊടുക്കാനുണ്ട്, ചിറ്റുള്ളി. ഇതുകൂടി ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കുറുമയ്ക്ക് ഉണ്ടാവുക. അപ്പം നിർബന്ധമായിട്ടും ഇത് ചേർക്കാൻ നോക്കുക. ഇതിലോട്ടൊരു 4 പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് ചെറുതായിട്ട് ചതച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇനി എല്ലാം കൂടി നന്നായിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ടൊമാറ്റോ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 2 മീഡിയം സൈസുള്ള തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. ഇതും കൂടി എല്ലാം കൂടി ഒന്ന് സോഫ്റ്റായി വരുന്നത് വരെ നമുക്ക് യോജിപ്പിച്ച് കൊടുക്കാം. തക്കാളിയും സവാളയൊക്കെ ഏകദേശം നന്നായിട്ടൊന്ന് വഴന്നു വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. ഇനി നമുക്കിതിലോട്ട് ചേർക്കാനുള്ളത് ഒരു പൊട്ടാറ്റോ ആണ്. ഒരു മീഡിയം സൈസുള്ള പൊട്ടാറ്റോ ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതുപോലെ ഒരു മീഡിയം സൈസുള്ള ക്യാരറ്റും ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതൊക്കെ നമ്മൾ വീണ്ടും അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യുമ്പോൾ നന്നായിട്ട് കുക്കായിക്കോളും. ഇപ്പോൾ ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുത്താൽ മതി. ഇനി നമുക്കിതിലോട്ട് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. അതുപോലെ 1 ടീസ്പൂൺ പെപ്പർ പൗഡറും 1/2 ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചത് കൂടി ചേർക്കുന്നുണ്ട്, വലിയ ജീരകം. ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. നമ്മൾ ഉപ്പ് നേരത്തെ മട്ടൻ വേവിക്കുമ്പോൾ അതിലോട്ട് ആവശ്യമായിട്ടുള്ളത് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വെജിറ്റബിൾസിലേക്കുള്ളത് മാത്രം ചേർത്ത് കൊടുക്കുക, കൂടിപ്പോകരുത്. പിന്നെ മഞ്ഞൾപ്പൊടി ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് കളറ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇല്ലെങ്കിൽ മല്ലിപ്പൊടിയും പെപ്പർ പൗഡറും കൂടി ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന മട്ടൺ അതിലെ വെള്ളത്തോട് കൂടി തന്നെ നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇതിലോട്ട് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും തേങ്ങയുടെ 2-ാം പാൽ തന്നെ ഒഴിച്ചു കൊടുത്താൽ മതി. എനിക്കിപ്പോൾ വെള്ളം ആവശ്യമില്ല. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഒരു 2 വിസിൽ വരെ വേവിച്ചെടുക്കാം. ഇപ്പോൾ 2 വിസിലിന് ശേഷം ഈ പൊട്ടാറ്റോയും അതുപോലെ മട്ടനൊക്കെ നന്നായിട്ടൊന്ന് കുക്കായി വന്നിട്ടുണ്ട്. കണ്ടല്ലോ, നല്ലൊരു തിക്കായി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും.
ഇനി എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും ഫ്ലെയിം ഓൺ ചെയ്യണം. അതിനുശേഷം തേങ്ങയുടെ ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കണം. ഞാനിപ്പോൾ 1 കപ്പ് ഒന്നാം പാലാണ് എടുത്തിരിക്കുന്നത്. അതുകൂടി ഇതിലോട്ട് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് തിളക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് തിളച്ച് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതേ സമയം ഉപ്പ് പാകത്തിനുണ്ടോയെന്നും അതുപോലെ എരിവ് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് പെപ്പർ പൗഡർ കൂടി ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ചെറുതായിട്ടൊന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്കൊരു 2 ടേബിൾ സ്പൂൺ മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിത് അടുപ്പിൽ നിന്നും മാറ്റി വെക്കണം. ഇനി ഇതിലോട്ടൊന്ന് വറുത്തൊഴിക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടിയിലോട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായി വരുന്ന ടൈമിൽ ഒരു 1/4 ടീസ്പൂൺ വരെ കടുക് ഇട്ട് കൊടുക്കണം. കടുക് പൊട്ടി വരുമ്പോൾ 3-4 ചീറ്റുള്ളി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ചേർത്തിട്ട് നല്ലൊരു ഗോൾഡൻ കളറായി വരുന്നത് വരെ ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഈ ചീറ്റുള്ളി ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കുറുമക്ക് ഉണ്ടാവുക. സാധാരണ എല്ലാ കറിയിലും ചീറ്റുള്ളി ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റായിരിക്കും. ചീറ്റുള്ളി ഇല്ലെങ്കിൽ മാത്രം വലിയ ഉള്ളി ഇട്ടിട്ട് വറുത്തൊഴിക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന ടൈമിൽ 2-3 വറ്റൽമുളക് കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കണം. ഞാനിപ്പോൾ 3 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. അതുകൂടി ഇട്ടിട്ട് ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർത്തിട്ട് എല്ലാം കൂടി ഒന്ന് മൂത്ത് വരുന്ന ടൈമിൽ നമ്മൾ തയ്യാറാക്കി വെച്ച കുറുമയിലോട്ട് ഇത് ഒഴിച്ചു കൊടുക്കണം. അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വെജിറ്റബിൾ മട്ടൻ കുറുമ ഇവിടെ തയ്യാറായിട്ടുണ്ട്. പൊറോട്ട, ചപ്പാത്തി, ഭട്ടൂറ, അപ്പം, ദോശ ഇവയുടെയൊക്കെ കൂടെ ബെസ്റ്റ് കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കുമ്പോൾ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇതിന് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ചപ്പാത്തിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. അതുപോലെ കൂട്ടുകാർക്കും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്ന് ഞാൻ ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനായിട്ട് ബെൽ ബട്ടൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്ത് വെച്ചേക്കണം. പ്രീവിയസ് വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കണം. ഇൻഷാ അല്ലാഹ് ഇനിയും കാണാം നല്ല നല്ല വീഡിയോകളുമായിട്ട്. അതുവരെ എല്ലാവർക്കും താങ്ക് യു.